വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് പി പത്മരാജന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. 1991 ജനുവരി 22 നമ്മെ വിട്ടുപോയ പത്മരാജന്റെ കൃത്യമായ കണക്ക് പറയുന്നത് ജനുവരി 23 സത്യത്തിൽ 23 മരിച്ചു എന്ന് പറയുന്നത് അല്ല എന്നുള്ള വിശ്വാസക്കാരാണ് ഞാൻ. കാരണം അന്ന് 23 രാവിലെ പത്മരാജനെ കാണാൻ, അല്ലെങ്കിൽ 22 എനിക്ക് സമയം തന്നിരുന്നാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഞങ്ങൾ തമ്മിൽ കൂടെയുടെ സമയത്ത് അല്ലറ ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയ റിപ്പോർട്ട് പത്മരാജന് ഇഷ്ടമായില്ല. അതിൻ്റെ പേരിൽ ചൂടായി ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, പല്ലിശ്ശേരിയെ ഇനി ഒരു കാരണവശാലും എൻ്റെ സിനിമയുടെ ലൊക്കേഷൻ അയക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് പത്മരാജനല്ല, ഞങ്ങൾ തന്നെയാണെന്നാണ് മറുപടി കൊടുത്തത്. അങ്ങനെ മറ്റേ രണ്ടാമത്തെ സിനിമ ട്രിവാൻഡ്രത്ത് തുടങ്ങുകയാണ്. ആ പറന്ന് 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 ഇതാണ് സിനിമയുടെ പേര്. അവിടെ ഞാൻ ചെന്നപ്പോൾ പത്മരാജൻ എന്നോട് സംസാരിച്ചില്ല, ഞാനും സംസാരിച്ചിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞൊരു കോംപ്രമൈസ് ആയാലും പത്മരാജൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട അതെല്ലാം മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. പിന്നീട് എല്ലാ സിനിമകളും വളരെ സജീവമായിരുന്നു. അങ്ങനെ ഞാൻ ഗന്ധർവൻ സമയത്ത് ആ സിനിമ അതിമനോഹരമായ നോവല് മാതൃഭൂമിയിൽ വന്നപ്പോൾ തന്നെ വായിച്ചുകൊണ്ടിരുന്നതാണ്. അതെങ്ങനെ സിനിമയാക്കും, ഈ വാർത്തയാണ് ഞാൻ ആലോചിച്ചത്, എങ്ങനെ അത് സിനിമയാക്കാൻ പറ്റുക. പക്ഷേ പത്മരാജന് യാതൊരു സംശയവും ഉണ്ടായില്ല, ഇത് അതിമനോഹരമായൊരു സിനിമയായിരിക്കും. ശരിയാണ്, ഞാൻ ഗന്ധർവൻ അതിമനോഹരമായൊരു സിനിമ തന്നെയാണ്. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ വേണ്ട രീതിയിൽ ഓളം ഉണ്ടാക്കിയില്ല. ഓളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരിൽ സംവിധായകനും നിർമ്മാതാവും മറ്റു സുഹൃത്തുക്കളുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്നാണ് കേട്ടത്. അത് മുതലെടുക്കാൻ അതിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ പത്മരാജനെ വിളിച്ചു. എനിക്കൊരു ഇന്റർവ്യൂ വേണം. അത് ജനുവരി 21 ഞാൻ വിളിച്ചത്. അപ്പോൾ പത്മരാജൻ പറഞ്ഞു 22 ഞാൻ കോഴിക്കോട്, രാത്രി കോഴിക്കോട് ഉണ്ടായിരിക്കും. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ അന്ന് തിയേറ്ററിൽ അത് ആർട്ടിസ്റ്റുകൾ ഞങ്ങളെല്ലാവരും കൂടി ഈ ഞാൻ ഗന്ധർവൻ പ്രദർശിപ്പിക്കുന്ന സിനിമ തിയേറ്ററിൽ പോയി ഞങ്ങൾ പരിചയപ്പെടുത്തി സിനിമയ്ക്കൊരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പോകും. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 22 ചെന്നു. കോഴിക്കോട് മഹാറാണി ഹോട്ടൽ റൂം എടുത്ത് പത്മരാജനെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. രാത്രി ഒരു 9:30 ആയപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ പത്മരാജൻ പറഞ്ഞു, ഞാൻ ആകെ ടയേർഡാണ്, ഈ മാത്രമല്ല എനിക്ക് ചില ഗസ്റ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് നാളെ രാവിലെ ഒരു 10 മണിക്ക് ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്നു. ഞാൻ മതി എന്ന് പറയുന്നു. രാവിലെ 6 മണിക്ക് സ്വർഗീയത്ര അപ്പച്ചൻ്റെ ഫോൺ, പല്ലിശ്ശേരി പത്മരാജൻ മരിച്ചു എന്നാണ് വാർത്ത. ഞെട്ടിപ്പോയി. ഞാനും അപ്പച്ചനും കൂടി പത്മരാജൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെല്ലുന്നു. ആ ഹോട്ടലിൻ്റെ വരാന്തയിലും മുറിക്കുമായിട്ട് ഏതാനും ചില ആർട്ടിസ്റ്റുകളും സിനിമക്കാരും മാത്രം. അവരിൽ ദുഃഖമുണ്ട്. പക്ഷേ ഞാൻ അന്വേഷിച്ച രീതി അനുസരിച്ച് രാത്രി അവിടെ വലിയ രീതിയിലുള്ള കലാപരിപാടികൾ നടന്നിരുന്നു, പാർട്ടി നടന്നിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ മുറിയിലേക്ക് കടന്നപ്പോൾ ഞങ്ങൾ കാണുന്നത് ആ മുറി ക്ലീൻ ആക്കിയിരിക്കുന്നു. അതായത് തൂത്ത് വെടുപ്പാക്കി ദുർഗന്ധമെല്ലാം മാറ്റി കിടത്തിയിരിക്കുന്നു. പത്മരാജന്റെ ബോഡി തുടച്ച് മലർത്തി കിടത്തിയിരിക്കുന്നു. മുമ്പ് കമഴ്ന്നാണ് ബോഡി കിടന്നിരുന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇതിൽ തന്നെ എന്തോ സംശയമുണ്ട്. ഇതൊരു സാധാരണ മരണമല്ല എന്ന് അവിടെ തന്നെ ഒരു സംസാരമുണ്ട്. ആരൊക്കെയോ ചില VIP ഉണ്ടായിരുന്നു, എന്തൊക്കെയോ സംസാരങ്ങൾ നടന്നിരുന്നു. അരുതാത്തത് എന്തോ നടന്നു എന്ന് തന്നെയാണ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഞാനത് അന്ന് എഴുതുകയും ചെയ്തു. ഒരു കാര്യവും ഉണ്ടായില്ല. കാരണം എത്രയും പെട്ടെന്ന് പത്മരാജന്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ധൃതിയിലായിരുന്നു. ചോദിക്കാനും പറയാനും പരാതി കൊടുക്കാനും ആരും ഉണ്ടായില്ല. അങ്ങനെ ഇപ്പോഴും പത്മരാജന്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു രഹസ്യം, അത് ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും വിശേഷിക്കുകയാണ്. പറയാൻ ഭയമാണെങ്കിലും പലരുടെയും മനസ്സിലുണ്ട്. വേണ്ടപ്പെട്ട പലരും തന്നെയാണ് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. ആർക്കും ധൈര്യമില്ല. ചിലര് പറയാത്തതിൻ്റെ പേരിൽ, ചിലരുടെ വായ അടപ്പിച്ചതിൻ്റെ പേരിൽ
ചിലതൊക്കെ നേടുകയും ചെയ്തിട്ടുണ്ട്. ദിവസം കൊണ്ട് അന്യനായി പോയല്ലോ എന്നുള്ള വേദന മാത്രം അവശേഷിച്ചുകൊണ്ട് നിർത്തട്ടെ.